നിങ്ങൾ ആരെങ്കിലും ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോയിട്ടുണ്ടോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്കൊരു സിനിമ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് കേട്ടോ. ആട് 3 ആണ് കാണാൻ പോയത്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പോകുന്നതിന് മുൻപ് ഈ ഒരു സൺസ്ക്രീനാണ് അപ്ലൈ ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമുക്ക് മുടി ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഞാൻ സ്ട്രൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എൻ്റെ മുടി ഓൾറെഡി സ്ട്രൈറ്റ് ചെയ്ത് ആകെ പോയിരിക്കുന്നൊരു മുടിയാണ് കേട്ടോ. വീണ്ടും സ്ട്രൈറ്റ് ചെയ്യണം. സ്ട്രൈറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം സ്ട്രൈറ്റ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഏതൊരു ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്താലും അതിൻ്റെ മുകളിലൊരു ബ്രൗൺ ഷെയ്ഡ് വാരി വിതറുക എന്നുള്ളത് ഇപ്പം എൻ്റെ ഒരു സ്വഭാവമായി മാറിയിരിക്കുകയാണ് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ഇട്ടാലാണ് ഒരു സന്തോഷം വരാൻ മുഖത്ത്. അപ്പോൾ പെട്ടെന്നുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലെ മാസ് തിയേറ്ററിലാണ് സിനിമ കാണാൻ വന്നേക്കുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ എനിക്ക് ആളുകളെ കാണുമ്പോൾ ഭയങ്കര പരിഭ്രമം ഉണ്ടായിരുന്നു. സിനിമ കാണാൻ വന്നതുകൊണ്ടാണോ എന്നറിയില്ല. മറ്റ് സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് പോകുമ്പോൾ എനിക്ക് ഈ ഒരു പരിഭ്രമം ഉണ്ടാവാറില്ല. അത് വേറൊരു കാര്യം. അപ്പോൾ ആളുകളൊക്കെ അത്യാവശ്യം ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ആട് 3 ആണ് കാണാൻ പോയത്. ഈ തിയേറ്ററിൽ കയറിയിട്ടുണ്ട്. തിയേറ്ററിൻ്റെ ഉള്ളിലത്തെ അധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ. ഞാൻ എപ്പോഴും എന്നെ തന്നെ ഫോക്കസ് ചെയ്ത് എന്നെ തന്നെയാണ് കേട്ടോ വീഡിയോയിൽ ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ടിരുന്നത്. ഇൻ്റർവെല്ലിന് ഞാനൊരു പോപ്കോൺ ആണ് കേട്ടോ വാങ്ങിച്ചത്. അതും വാങ്ങി വേഗം ഞാൻ തിരികെ എൻ്റെ സീറ്റിൽ വന്നിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ സിനിമയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിനിമ കുഴപ്പമുണ്ടായിരുന്നില്ല. അത്യാവശ്യം നല്ല സിനിമ തന്നെയായിരുന്നു കേട്ടോ. എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആദ്യത്തെ സോളോ മൂവി ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തോ സിനിമ കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്നെക്കൊണ്ട് ഇതൊക്കെ പറ്റിയല്ലോ, സാധിച്ചല്ലോ എന്ന് ആലോചിച്ചിട്ട്.